കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. ഇനി നമുക്കൊക്കെ ഒന്ന് ഗുരുവായൂരപ്പനെ കാണാൻ പോവല്ലേ? എല്ലാവരും റെഡി അല്ലേ? വരൂ കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവുക. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക. ആ ഭൂലോക വൃന്ദാവനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കുക. ഭൂലോക വൈകുണ്ഠം, ആ വൈകുണ്ഠത്തിലേക്ക് നമുക്ക് പോവാം കേട്ടോ. വരൂ, എല്ലാവരും വരൂ. നമ്മളിപ്പോൾ ആ ഗോപുരവാതിൽ അങ്ങോട്ട് കഴിഞ്ഞു. വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി അങ്ങോട്ട് കയറാൻ നിൽക്കുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ശനിയാഴ്ചയല്ലേ, നല്ല തിരക്കാണ്. ആയില്യാണ്, കന്നീറ്റിലെ ആയില്യാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാണ്. ഗുരുവായൂരപ്പനും നല്ല തിരക്കാണ്. ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉണ്ടല്ലോ നാഗദൈവതങ്ങളൊക്കെ, അവിടെ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെയാണ്. വളരെ കേമായിട്ടുള്ള ആ ഒരു ഇതാണല്ലോ. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാണ്, നമുക്കും നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഇതിലെ വാതിൽ മാടത്തിൻ്റെ അവിടെ, ആ പടിയുടെ അവിടെ കുറച്ച് തിരക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളും എന്ന് പറഞ്ഞ മാതിരി എങ്ങനെയെങ്കിലും നമുക്കവിടെ കയറുക. അങ്ങനെ കയറി ഒന്ന് സഹകരിച്ചാൽ അങ്ങോട്ട് കയറി പോവാന്ന്, അങ്ങനെയാണ് കയറി പോവുക. അപ്പോൾ അവിടെയാണ് കയറുമ്പോൾ തന്നെ ശ്രീകോവിലിൻ്റെ അവിടുത്തെ ആ പൊൻപ്രഭയാണ് നമ്മളെ മുന്നിലേക്ക് കാണുന്നത് കേട്ടോ. ആ വിളക്ക് അങ്ങനെ കാണുന്നു. ആ വിളക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ്. അവിടെ ഒരു 5-10 സെക്കൻഡ് നമുക്ക് അവിടെ നിൽക്കാമല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഗുരുവായൂരപ്പൻ, ആ ശ്രീലകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആ ഉണ്ണിക്കണ്ണനെ കാണുന്നത് നമ്മൾ. ആ ഉണ്ണിക്കണ്ണനെ കാണുന്ന ഒരു അവസ്ഥ എന്താ, നമ്മളെ സന്തോഷം കണ്ടില്ലേ? ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ വലതേ സൈഡ് ചേർന്ന് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒന്ന് മിന്നി മറിഞ്ഞ് ഇങ്ങനെ കാണാം നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ. അത് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പോഴാണ് നമ്മൾ വിസ്തരിച്ച് നോക്കുന്നതേ. അപ്പോൾ നോക്കുന്ന ആ സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഒരു പൊന്നോടക്കുഴൽ, 2 കൈ കൊണ്ട് പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന കുറച്ച് ചെറുത്, എന്നാൽ കുറച്ചൊക്കെ വലിപ്പമുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ. എനിക്ക് തോന്നുന്നു ഞാൻ നടക്കാനൊക്കെ ഞാൻ സ്വന്തമായിട്ട് നടക്കാനും ഒക്കെ വയ്ക്കും എനിക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പോൾ ഓടക്കുഴൽ വിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക, വിളിക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭക്തരെ കണ്ടിട്ട് വേണം, ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണുഗാനം പൊഴിച്ചു തരാം, നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ, മുരളീഗാനം നിങ്ങൾക്കായിട്ട് ഞാൻ സന്തോഷത്തോടെ അതായത് എന്നെ കാണാൻ വരുന്ന എല്ലാവരും വിഷമത്തിലല്ലേ വരുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മുരളിയിലൂടെ നല്ലൊരു ഗാനം അങ്ങോട്ട് പാടിത്തരാം എന്നുള്ള ആ ഒരു അതിൽ തയ്യാറെടുപ്പിലാണ് അദ്ദേഹം നിൽക്കുന്നത് കേട്ടോ. ശ്രീലകത്ത്, ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കൈകളിൽ അതാ കൈവളകളുണ്ട്, കാൽത്തളകളുണ്ട്, നല്ലൊരു പൊന്നിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്, പൊന്നിൻ തിലകം ഉണ്ട്, പീലിത്തിരിമുടി നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, പീലി 3 പീലി കെട്ടിയിട്ടുണ്ട് കളഭം കൊണ്ട് തന്നെ. പിന്നെ അതാ ഒരു സ്വർണ്ണമാല നെക്ലസ് തന്നെ ഉണ്ട്. അതുകൂടാതെ ഒരു വനമാല ചാർത്തിയിട്ടുണ്ട്, ഉണ്ടമാലയും ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് മഞ്ഞപ്പട്ട് ഉടുത്ത് കസവ് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഉത്തരീയം പോലെ ഒരു പച്ച പട്ടും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയോ ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ്റെയൊക്കെ ബലരാമൻ്റെയും അതുപോലെ വസുദേവരുടെയൊക്കെ മാതിരി ഞാനൊന്ന് വലിയ അധ്വാനശീലനായിട്ടാണ് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. നല്ല കാഴ്ചയില്ല, എനിക്ക് തോന്നുന്നത് അമ്മോട് പറഞ്ഞതാവും, ഞാനും ഏട്ടൻ്റെയൊക്കെ മാതിരി ആയിട്ടോ എന്ന് യശോദാമ്മോട് പറഞ്ഞതാവും എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മളും കണ്ടു. വളരെ സന്തോഷമായി ഇന്നത്തെ ആ ഒരിത്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം സുമേഷോദിക്കനാണ്. വളരെ നന്നായിട്ട് ആ കളഭാലങ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അത് അവർ ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോഴാണ് എന്താണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം ചെയ്യേണ്ടതെന്ന് പണ്ട് ഒരു മേൽശാന്തി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെയാണ് അവിടെ ആ ശ്രീലകത്തേക്ക് അങ്ങോട്ട് ചെന്നാലാണ് ഇന്ന് ഇന്നതാണ് ചാർത്തേണ്ടതെന്ന് അവരുടെ മനസ്സിൽ ഉദിക്കുക. അവരതിനനുസരിച്ച് ഇങ്ങോട്ട് ചാർത്തി തരും. അതാണ് ആ ഒരു കാഴ്ച. അത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാഴ്ചയാകുമ്പോൾ നല്ല കാണാൻ. ഇന്നലെ ഇപ്പോൾ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനല്ലേ ശ്രീനാഥോദിക്കൻ ചാർത്തിയത്, അതും ഒരു വളരെ അത്യപൂർവമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വേണുഗോപാലനാണ്.
അത് നല്ല നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മളെല്ലാവരും ഭക്തരെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ആ കാഴ്ച നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കണ്ടോളൂ ആ ഗുരുവായൂരപ്പൻ്റെ നമ്മൾ പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. ഇപ്പം നമ്മളവിടെയാണ് എന്നാണ് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിൽ ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. കൃഷ്ണ ഹരേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. നമ്മളെ ആ വിഷമങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു. നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി തൊഴുതു. ഇനി അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ആ ഗണപതിയുടെ അവിടെ എത്തി ഒന്ന് ഏത്തടണം. അവിടെയും തിരക്ക് തന്നെയാണ്. തിരക്കിന് എവിടെയും കുറവില്ല. കന്നിമാസത്തിലായാലും തിരക്ക് തന്നെയാണ്. അപ്പോൾ അതിനപ്പുറം പിന്നിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ആ സരസ്വതി ദേവീനെയും കാണാം. സരസ്വതി ദേവീനെ കണ്ടു. ഗണപതിക്കൊന്ന് ഏത്തടാൻ മുന്നിൽ നിന്നിട്ട് ഏത്തടാൻ സാധ്യത കുറവാണ്. അപ്പോൾ തിരക്കുണ്ടാകുമ്പോഴേ അപ്പോൾ നമുക്ക് ആ സൈഡിലേക്കൊന്ന് തിരിഞ്ഞു നിന്നിട്ട് ഏത്തടാം. അപ്പോൾ അതങ്ങനെ ഏത്തട്ടിട്ട് നമ്മളങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ മേൽശാന്തി അതാ പ്രസാദം ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദം കൊടുക്കണയിടത്തുണ്ട്. അപ്പോൾ ആ പ്രസാദം വാങ്ങാം. അത് വാങ്ങിയിട്ട് നമുക്കൊന്ന് ആ പിന്നിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ, അതായത് ആ ഉള്ളിൽ തന്നെ നമുക്കൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. സ്ത്രീകളാവുമ്പോൾ അവർക്ക് മുട്ടുകുത്തിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അല്ലാതെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അനന്തശായിയായ ഭഗവാനെ ശ്രീ പത്മനാഭനെ ഒന്ന് കാണുക. അവിടെയും തൊഴുതു. നമ്മൾ ആ മുരുകൻ്റെ അടുത്തേക്ക് പോരുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഈ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഓരോ നോട്ടം നോക്കിയിട്ട് നമ്മൾ അവിടെ എത്തി. അതും കഴിഞ്ഞ് ആഞ്ജനേയ സ്വാമീനെ കാണുന്നു. ആഞ്ജനേയ സ്വാമിയുടെ അടുത്തുനിന്ന് ആ കുങ്കുമൊക്കെ ഒന്ന് എടുത്ത് ചാർത്തി. അത് കഴിഞ്ഞ് ഓവിൻ്റെ അവിടേക്ക് എത്തി. രാധാകൃഷ്ണന്മാരെയൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഇതപ്പോൾ അടയ്ക്കും തോന്നുന്നു കേട്ടോ. ആ താമരക്കണ്ണൻ്റെ അവിടേക്കുള്ള വേഗം വരൂ. അപ്പോൾ ആ താമരക്കണ്ണനെ അങ്ങോട്ട് കിടന്നിട്ട് താമരക്കണ്ണനെ കണ്ടു. എന്താ രസം. അല്ലെങ്കിൽ ഇപ്പോൾ താമരക്കണ്ണനെയും കൽപ്പവൃക്ഷമൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ കൃഷ്ണൻ നൃത്തം ചവിട്ടുന്ന നൃത്താറിയും കണ്ടു. അപ്പോൾ അവിടുത്തെ ആ കിടാവിളക്ക് ഇങ്ങനെ കണ്ടിട്ട് അതും കണ്ടു. അങ്ങനെ ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. കുറുവരമ്മയുടെ അവിടെ നാരദന് നിൽക്കുന്ന അവിടെ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ ഇറങ്ങി നമ്മളത് ആ പ്രസാദം കൊടുക്കണതിൻ്റെ അവിടെ പ്രസാദം ഇപ്പോൾ പിന്നെ തീർത്ഥമൊന്നും ഇല്ലല്ലോ. തീർത്ഥം ഇപ്പോൾ രാവിലത്തെ ആണെങ്കിലാണ് ആ തീർത്ഥം. അപ്പോൾ ചന്ദനം വാങ്ങി അങ്ങനെ നേരെ എടത്തലത്തുകാവ് ഭഗവതിയെ കാണുക. ഭഗവതിയുടെ അടുത്തെത്തി. അവിടെയും തിരക്കാണ് കേട്ടോ. നമ്മളിപ്പുറത്ത് കൂടെ അങ്ങോട്ട് തൊഴുതു. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ കിടന്ന് ഭഗവതീനും തൊണ്ടു. നല്ല രസമായിട്ടുണ്ടെന്ന്. ഭഗവതി നല്ല അലങ്കാരത്തിലായിരിക്കണം. അതും കണ്ടു. ഭഗവതിയോടും പ്രാർത്ഥിക്കുക. അമ്മേ ദേവി കാത്തോളണേ കൃഷ്ണ. ഇനി നമുക്ക് ആ കൊടിമരം ഒന്ന് നോക്കി തൊഴാം. തുലാഭാരത്തിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം തിരക്കാണ്. എന്തായാലും കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് പോയി തൊഴുതു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒന്ന് തൊഴാം. ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കി എല്ലായിടത്തും ഒന്ന് തിരക്ക് തന്നെ കേട്ടോ. അങ്ങനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് അയ്യപ്പസ്വാമീനെ ഒന്ന് തൊഴുക. അയ്യപ്പസ്വാമിയുടെ അവിടെയും തിരക്ക് തന്നെ. അവിടെ ഈ സ്പെഷ്യൽ ക്യൂവിൻ്റെ ആളുകളുടെ തിരക്കുമുണ്ട്. എല്ലാം കൂടി എന്നാലും നമുക്കൊന്ന് തൊഴുക കേട്ടോ. ധർമ്മശാസ്താവിനെ ഒന്ന് തൊഴുക, അയ്യപ്പസ്വാമീനെ ഒന്ന് തൊഴുക. തൊഴുതിട്ട് അങ്ങനെ ഒന്ന് വലം വെച്ച് ഇനി നമുക്ക് പടിഞ്ഞാറെ നടയിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ആ ഉച്ചപൂജ അങ്ങോട്ട് തൊഴുത് ഇതെല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ആ ഗുരുവായൂരപ്പനെ ആ മനസ്സറിഞ്ഞ് വിളിച്ചോളൂ കേട്ടോ. എല്ലാവരെയും കൂട്ടിയിട്ടല്ലേ നമ്മൾ പോയത്. എല്ലാവർക്കും ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരെയും ആ പരമാത്മാവ് സംരക്ഷിക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാക്കി നൽകട്ടെ. ഹരേ കൃഷ്ണ.